ഹലോ ഗുഡ് മോർണിംഗ് എവരി വൺ. ഞാനിന്ന് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന് സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസ് എന്ന ചാപ്റ്ററിലുള്ള ഒരു ചെറിയ പോർഷനാണ് ഞാൻ എടുക്കുന്നത്. ടൈപ്പ് ഓഫ് സെക്യൂരിറ്റൈസേഷൻ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 98 പേജിലാണ് ഉള്ളത്. നമ്മൾ ആദ്യം എന്താണ് സെക്യൂരിറ്റൈസേഷൻ്റെ ടൈപ്പ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കണം വാട്ട് ഈസ് സെക്യൂരിറ്റൈസേഷൻ. So first of all we need to know what is securitization. അപ്പോൾ എന്താ നമുക്ക് സെക്യൂരിറ്റൈസേഷൻ എന്ന് നോക്കുക. അതിന് ടൈപ്പ് പറയുന്നതിന് മുന്നേ, സെക്യൂരിറ്റൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് കൺവേർട്ടിംഗ് ദ receivables of the financial institution, that is loans and advances, into bonds which are then sold to the investors. In simple terms, it is the means of turning the illiquid asset into liquid asset to free up the blocked capital എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് മനസ്സിലായത്? ഇല്ലിക്വിഡ് അസറ്റ്, സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഇല്ലിക്വിഡ് അസറ്റിനെ ലിക്വിഡ് അസറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക. എന്തിനു വേണ്ടി? ബ്ലോക്ക്ഡ് ക്യാപിറ്റലിനെ ഫ്രീ അപ്പ് ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ്. എന്ത് ലിക്വിഡ് അസറ്റ് എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അസറ്റിനെ ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിനെയാണ് ലിക്വിഡ് അസറ്റ് പറഞ്ഞത്. ഇല്ലിക്വിഡ് അസറ്റിനെ നമുക്ക് പെട്ടെന്ന് ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത അസറ്റ്. അപ്പോൾ ഈ ഇല്ലിക്വിഡ് അസറ്റിനെ ലിക്വിഡ് അസറ്റ് ആക്കി മാറ്റുന്നത് എന്തിനു വേണ്ടി? ബ്ലോക്ക്ഡ് ക്യാപിറ്റൽ ഫ്രീ അപ്പ് ചെയ്യാൻ വേണ്ടി എന്നുള്ളത്. എക്സാമ്പിളിലൂടെ പറയുകയാണ്, സെക്യൂരിറ്റൈസേഷൻ മനസ്സിലാൻ വേണ്ടി ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഇപ്പോൾ ലോൺ വേണം. ആ ലോൺ എടുക്കണമെങ്കിൽ അയാൾ ബാങ്കിനെ പോയി സമീപിക്കുന്നു. പക്ഷെ ബാങ്ക് ഒരു ലോൺ കൊടുക്കണമെങ്കിൽ അതൊരു സെക്യൂരിറ്റി ഇല്ലാതെ ബാങ്ക് ലോൺ കൊടുക്കൂല എന്നുള്ളതാണ്. അപ്പോൾ ഈ ബോറോവറിനൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ ബാങ്ക് ആ ഒരു ബോറോവറിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ ഒരു ഇതിനെയാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണത്. ഇനി ടൈപ്പ് ഓഫ് സെക്യൂരിറ്റൈസേഷൻ. സെക്യൂരിറ്റൈസേഷൻ്റെ ടൈപ്പാണ് അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ്, residential mortgage backed securities, commercial mortgage backed securities, collateralized debt obligations, future flow securitization. ഇങ്ങനെ 5 ടൈപ്സ് ആണ് ഇതിൽ പറയുന്നത്. അതിൽ 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് ഓർ സെക്യൂരിറ്റൈസേഷൻ എന്നുള്ളത്. ഇത് ഷോർട്ടായിട്ട് ABS എന്നറിയപ്പെടും. The bond which are supported by underlying financial asset. The receivables which are converted into ABS include credit card debts, student loan, home equity loan, auto loan, etc. Asset backed securitization എന്ന് പറഞ്ഞാൽ മെയിൻലി അണ്ടർലൈൻ ചെയ്യുന്നത് ഫിനാൻഷ്യൽ അസറ്റിനാണ്. ഇവിടെ ബോൺസ് സപ്പോർട്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അസറ്റ്സിനെയാണ് മെയിൻലി ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. The receivable which are converted into ABS. ABSലേക്ക് കൺവേർട്ട് ചെയ്യുന്ന റിസീവബിൾസിൽ ഉൾപ്പെടുന്നത് ക്രെഡിറ്റ് കാർഡ് ഡെബ്റ്റ്സ്, സ്റ്റുഡൻറ് ലോൺ, ഹോം ഇക്വിറ്റി ലോൺ, ഓട്ടോ ലോൺ, എക്സെട്ര. ഇതൊക്കെയാണ് ഇതിൽ പെടുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് സെക്യൂരിറ്റൈസേഷൻ ആണ് റെസിഡൻഷ്യൽ മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് ഓർ സെക്യൂരിറ്റൈസേഷൻ. ഇതിനെ MBS എന്നുള്ള ഷോർട്ട് ഫോമിലാണ് അറിയുന്നത്. ഇവിടെ this bond comprise of various mortgage like property, land, house, jewelry and other valuables. ഇവിടെ ഈ ബോണ്ട് കംപ്രൈസ് ചെയ്യുന്നത് ലാൻഡ്, പ്രോപ്പർട്ടി, ഹൗസ്, ജ്വല്ലറി അല്ലെങ്കിൽ മറ്റു വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ്, അസറ്റ്സിനെയാണ് ഇവിടെ എന്തായിട്ട് മോർഗേജ് ആയിട്ട് കംപ്രൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ MBSൽ പറയുന്നത്. ഇനി മൂന്നാമത്താണ് കൊമേഴ്ഷ്യൽ മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സെക്യൂരിറ്റൈസേഷൻ, ഷോർട്ട് ഫോം ആയിട്ട് CMBS. ഇവിടെ the bond that are formed by bundling different commercial assets mortgage such as office building, industrial land, plant, factory, etc. ഇവിടെ ബോണ്ട് എന്താ പറയുക, the bond that are formed, ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് by bundling different commercial asset, ഡിഫറെന്റ് കൊമേഴ്ഷ്യൽ അസറ്റിനെ ബണ്ടിലിംഗ് ചെയ്തിട്ടാണ്. എങ്ങനെ? such as office building, industrial land, പ്ലാന്റ്, ഫാക്ടറി, ഇവരെല്ലാം മോർഗേജ് ചെയ്തിട്ടാണ്, ഇങ്ങനെ ഡിഫറെന്റ് കൊമേഴ്ഷ്യൽ അസറ്റ്സിനെ മോർഗേജ് ചെയ്തിട്ടാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. നാലാമത്താണ് കൊളാറ്ററലൈസ്ഡ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻ എന്നുള്ളത്. ഇത് CDO എന്നാണ് ഷോർട്ട് ഫോം.
The CDOR bond designed by rebundling the personal debt to be marketed in the secondary market for prospective investors. ഇവിടെ ഈ ബോണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബൈ റീബണ്ടിലിംഗ് ദി പേഴ്സണൽ ഡെറ്റ്സിനെ റീബണ്ടിലിംഗ് ചെയ്തിട്ടാണ് ടു ബി മാർക്കറ്റ് ഇൻ ദി സെക്കൻഡറി മാർക്കറ്റ്. അത് എവിടെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? സെക്കൻഡറി മാർക്കറ്റിൽ ആയിരിക്കും അത് മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. എന്തിനു വേണ്ടി? ഫോർ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതാണ് കൊളാറ്ററലൈസ്ഡ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ഫ്ലോ സെക്യൂരിറ്റൈസേഷൻ ഫിഫ്ത്ത് ടൈപ്പ് ആണ്. എന്താണ് ഫ്യൂച്ചർ ഫ്ലോ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ? ദ കമ്പനി ഇഷ്യൂസ് these instruments or its debts receivable in a future period. The company meets the principal and interest through its routine business operation, though such obligations are secured against future receivables. ഇവിടെ എന്താ പറയുന്നത്? കമ്പനി ഇഷ്യൂസ് ദീസ് ഇൻസ്ട്രുമെന്റ്, ഈ ഫ്യൂച്ചർ ഫ്ലോ സെക്യൂരിറ്റൈസേഷനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഓവർ ഇറ്റ്സ് ഡെബ്റ്റ്സ് റിസീവബിൾ ഇൻ എ ഫ്യൂച്ചർ പീരീഡിൽ കിട്ടാവുന്ന ഡെബ്റ്റ്സിലൂടെയാണെന്ന്. പിന്നെ കമ്പനി അവരുടെ ഇൻട്രസ്റ്റ് മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? അവരുടെ റൂട്ടീൻ ബിസിനസ് ഓപ്പറേഷനിലൂടെയാണ് അവരുടെ ഇൻട്രസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഒബ്ലിഗേഷന് സെക്യൂർഡ് എഗെയിൻസ്റ്റ് ഇറ്റ്സ് ഫ്യൂച്ചർ റിസീവബിൾ, അവരുടെ ഫ്യൂച്ചർ റിസീവബിൾസിന് എഗെയിൻസ്റ്റ് സെക്യൂർഡ് ആയിട്ടാണ് ഈ ഒബ്ലിഗേഷൻ കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി അതർ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റൈസേഷൻ ആണ് പറയുന്നത്. ഇൻഷുറൻസ് സെക്യൂരിറ്റൈസേഷൻ, റിയൽ പ്രോപ്പർട്ടി സെക്യൂരിറ്റൈസേഷൻ, ഹോൾ ബിസിനസ് സെക്യൂരിറ്റൈസേഷൻ എന്നുള്ളത്. ഇൻഷുറൻസ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ട്രാൻസ്ഫറിംഗ് ഓഫ് അണ്ടർറൈറ്റിംഗ് റിസ്ക് ടു ദി ക്യാപിറ്റൽ മാർക്കറ്റ് ത്രൂ ദി ക്രിയേഷൻ ആൻഡ് ഇഷ്യൂവൻസ് ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് എന്നുള്ളതാണ്. ഇൻഷുറൻസ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിംഗ് ഓഫ് അണ്ടർറൈറ്റിംഗ് റിസ്ക് ടു ദി ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് റിസ്ക്, അണ്ടർറൈറ്റിംഗ് റിസ്കിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ത്രൂ ദി ക്രിയേഷൻ ഇഷ്യൂവൻസ് ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്. എങ്ങനെയാണ്? ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്നുള്ളതാണ്. അതിനാണ് ഇൻഷുറൻസ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. റിയൽ പ്രോപ്പർട്ടി സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ റിയൽ പ്രോപ്പർട്ടി securitization is the process of transforming the direct ownership of real property such as land and building into indirect ownership through the investment in marketable securities. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒരു റിയൽ പ്രോപ്പർട്ടിന്റെ ഡയറക്റ്റ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു into indirect ownership through the investment. ഇൻഡയറക്റ്റ് ഓണർഷിപ്പിലേക്ക്. ഡയറക്റ്റ് ഓണർഷിപ്പ്, ഒരു റിയൽ പ്രോപ്പർട്ടിന്റെ ഡയറക്റ്റ് ഓണർഷിപ്പിനെ ഇൻഡയറക്റ്റ് ഓണർഷിപ്പായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു ത്രൂ ദി ഇൻവെസ്റ്റ്മെന്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്. അതാണ് റിയൽ പ്രോപ്പർട്ടി സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഹോൾ ബിസിനസ് സെക്യൂരിറ്റൈസേഷൻ. ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് സ്പെസിഫിക് pool of asset being securitized, some companies securitize the cash flow of an entire business unit. This is known as whole business securitization. Securitization എന്ന് പറഞ്ഞാൽ whole business securitization എന്ന് പറഞ്ഞാൽ instead of just a specific pool of asset being securitized, some companies securitize the cash flow of an entire business unit എന്നുള്ളതാണ്. അപ്പോൾ അത്രയാണ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റൈസേഷനിൽ പറയുന്നത്. ഇനി അടുത്തത് റീസൺ ഫോർ സെക്യൂരിറ്റൈസേഷൻ. ഒരു കമ്പനി ഒരു സെക്യൂരിറ്റൈസേഷനിൽ എടുക്കണമെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത് ടു ഇംപ്രൂവ് റിട്ടേൺ ഓൺ ക്യാപിറ്റലിലെ റിട്ടേൺ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്നുള്ളത്. രണ്ടാമത്തത് ടു റൈസ് ഫിനാൻസ് വെൻ അതർ ഫോംസ് ഓഫ് ഫിനാൻസ് ആർ നോട്ട് അവൈലബിൾ. നമുക്ക് വേറെ തരത്തിലുള്ള ഫിനാൻസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഫിനാൻസ് ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഒരു ഫിനാൻസ് ആവശ്യമാണ്, ആ ടൈമിൽ നമുക്ക് ഫിനാൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഫിനാൻസ് കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ടു ഇംപ്രൂവ് റിട്ടേൺ ഓൺ അസറ്റിലുള്ള റിട്ടേൺ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. ടു ഡൈവേഴ്സിഫൈ ദ സോഴ്സസ് ഓഫ് ഫണ്ടിങ് എന്നുള്ളത്. പിന്നെ പറയുന്നത് ടു റെഡ്യൂസ് ക്രെഡിറ്റ് എക്സ്പോഷർ ടു പർട്ടിക്കുലർ അസറ്റ് എന്നുള്ളത്. അത് പറഞ്ഞാൽ if a particular class of lending become large in relation to the balance sheet as a whole, the securitization can remove some of the asset from the balance sheet എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ
ഒരു നമ്മൾ പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് ലെൻഡിങ്ങിൽ എന്താ ബാലൻസ് ഷീറ്റിൽ ലാർജ് ആവുകയാണ്, അവരുടെ റിലേഷൻഷിപ്പിൽ ബാലൻസ് ഷീറ്റിൽ ലാർജ് ആവുകയാണെങ്കിൽ സെക്യൂരിറ്റൈസേഷൻ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ബാലൻസ് ഷീറ്റിൽ നിന്ന് ആ അസറ്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിനാണ് അതാണ് പറയുന്നത് ടു റെഡ്യൂസ് ക്രെഡിറ്റ് എക്സ്പോഷർ ടു പർട്ടിക്കുലർ അസറ്റ് എന്നുള്ളത്. പിന്നെ പറയുന്നത് ടു മാച്ച് ഫണ്ട് സെർട്ടൻ ക്ലാസസ് ഓഫ് അസറ്റ് എന്നുള്ളതാണ്. പിന്നെ പറയണ റീസൺ എന്ന് പറയുന്നത് ടു അച്ചീവ് എ റെഗുലേറ്ററി അഡ്വാൻറ്റേജ് എന്നാണ്. അതാണ് നമുക്ക് റിസ്ക് എല്ലാം റിമൂവ് ചെയ്യുക. സെക്യൂരിറ്റൈസേഷൻ എന്തെങ്കിലും സെർട്ടൻ റിസ്കിനെല്ലാം റിമൂവ് ചെയ്യും. അങ്ങനെ ഒരു റെഗുലർ അഡ്വാൻറ്റേജ് അച്ചീവ് ചെയ്യാൻ സെക്യൂരിറ്റൈസേഷൻ സഹായിക്കും എന്നുള്ളതാണ്. ഈ ഒരു റീസൺ, മെയിൻലി ഈ 7 റീസൺ കാരണമാണ് ഒരു കമ്പനി സെക്യൂരിറ്റൈസേഷനിലേക്ക് പോവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ സെക്യൂരിറ്റൈസേഷന്റെ റീസൺ ഒക്കെ പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സെക്യൂരിറ്റൈസേഷൻ. ഈ സെക്യൂരിറ്റൈസേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഈ സെക്യൂരിറ്റൈസേഷൻ ഒറിജിനേറ്റർ, അത് കാരണം ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് അഡ്വാൻറ്റേജസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇൻവെസ്റ്റേഴ്സിന്, ബയേഴ്സിന്, നാഷണൽ സൊസൈറ്റി, ഇങ്ങനെ 4 പേർക്ക് ഇത് അഡ്വാൻറ്റേജസ് കൊടുക്കുന്നുണ്ട്. ആ അഡ്വാൻറ്റേജസ് എന്താന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പറയാം. ഒന്ന് ഒറിജിനേറ്റേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് ആണ്. അൺബ്ലോക്ക് ക്യാപിറ്റൽ, ബ്ലോക്ക്ഡ് ക്യാപിറ്റലിനെ അൺബ്ലോക്ക് ചെയ്യാൻ സെക്യൂരിറ്റൈസേഷൻ സഹായിക്കുന്നതാണ്. പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജസ് ആണ്. ലോവർ ഫണ്ടിങ് കോസ്റ്റ് പറഞ്ഞാൽ with the help of securitization, even the BB grade companies are benefit by availing AAA rates if it has an AAA rated cash flow എന്നുള്ളതാണ് ലോവസ്റ്റ് ഫണ്ടിങ് കോസ്റ്റിൽ പറയണം. റിസ്ക് മാനേജ്മെന്റ്, നമ്മൾ ഈ AAA റേറ്റിംഗ്, ക്രെഡിറ്റ് റേറ്റിംഗ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി പിന്നെ നാലാമതാണ് റിസ്ക് മാനേജ്മെന്റ് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെൻഡിങ് ദി ഫണ്ട് ക്യാൻ ട്രാൻസ്ഫർ ദി റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ് ബൈ സെക്യൂരിറ്റൈസിങ് ഇറ്റ്സ് റിസീവബിൾസ് എന്നുള്ളതാണ്. റിസ്കിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, റിസ്ക് മാനേജ്മെന്റ് എന്നുള്ളത്. പിന്നെ ഓവർകമ്മിങ് പ്രോഫിറ്റ് അൺസർട്ടനിറ്റി എന്നുള്ളത് അടുത്ത ബെനിഫിറ്റ് എന്നാണ്. മീൻസ് വെൻ ദ റിക്കവറി ഓഫ് ഡെറ്റ്സ് ഇൻ അൺസർട്ടൻ, its profitability in the long run is equally doubtful. The securitization of such obligation is a suitable option to avoid loss. Loss avoid ചെയ്യാനുള്ള ഒരു suitable option ആണ് സെക്യൂരിറ്റൈസേഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓവർകമ്മിങ് പ്രോഫിറ്റ് അൺസർട്ടനിറ്റി, അവിടെ ലോസിനെ അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും സെക്യൂരിറ്റൈസേഷൻ എന്നുള്ളത്. പിന്നെ ടു റെഡ്യൂസസ് ദി നീഡ് ഫോർ ഫിനാൻഷ്യൽ ലിവറേജ് എന്നുള്ളത് അടുത്ത ബെനിഫിറ്റ് ആണ് സെക്യൂരിറ്റൈസേഷനിൽ. ഒറിജിനേറ്റ്, ഇതൊക്കെ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. പിന്നെ പറയുന്നത് റിമൂവൽ ഓഫ് ഡെപ്റ്റ് ഫ്രം ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിലുള്ള ഡെപ്റ്റിനെ റിമൂവ് ചെയ്യാൻ സെക്യൂരിറ്റൈസേഷൻ സഹായിക്കും എന്നുള്ളതാണ്. ഇത് ബെനിഫിറ്റ് ടു ഇൻവെസ്റ്റേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ക്വാളിറ്റി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും സെക്യൂരിറ്റൈസേഷൻ എന്നുള്ളത്. ലെസ് ക്രെഡിറ്റ് റിസ്ക് കുറവായിരിക്കും, ബെറ്റർ റിട്ടേൺസ് ഉണ്ടാവും, ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആയിരിക്കും എന്നതാണ്. ഇനി ബയേഴ്സിന് എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻ്റർ ഇൻ ടു ട്രാൻസാക്ഷൻ ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ദി റിസീവബിൾ വിച്ച് ആർ യൂഷ്വലി ഓഫ് ഹൈ ക്വാളിറ്റി ആൻഡ് ദിസ് ഇറ്റ്സ് അഡ്വാൻസ് ഇസ് സേഫ്. ബയേഴ്സിന് സേഫ് ആയിരിക്കും, എന്ത് സെക്യൂരിറ്റൈസേഷൻ ബയേഴ്സിന് സേഫ് ആയിരിക്കും എന്നുള്ളതാണ് ബയേഴ്സിനുള്ള ഒരു ബെനിഫിറ്റ് പറയുന്നത്. പിന്നെ പറയുന്നത് ഇറ്റ് പർച്ചേസ് ദ റിസീവബിൾ അറ്റ് എ ഡിസ്കൗണ്ട് വാല്യൂ, ഒരു ഡിസ്കൗണ്ട് വാല്യൂവിൽ റിസീവബിൾസിനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് ബയേഴ്സിന് കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജസ് ആണെന്നുള്ളതാണ്. ഇനി നാഷണൽ സൊസൈറ്റിനും കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഇൻക്രീസ് അവൈലബിലിറ്റി ഓഫ് ഫിനാൻസിന്റെ അവൈലബിലിറ്റി കൂട്ടും. ഇൻക്രീസ് സപ്ലൈ ഓഫ് ഫണ്ടിന്റെ സപ്ലൈ കൂട്ടും. ഫെസിലിറ്റേറ്റ്സ് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് അച്ചീവ്മെന്റ് ചെയ്യാനുള്ളതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും. അലോക്കേഷൻ ഓഫ് സ്കാർസ് റിസോഴ്സസ് എന്നുള്ളതാണ്, സ്കാർസ് റിസോഴ്സിനെ അലോക്കേഷൻ ചെയ്യും എന്നുള്ളത്. ഇത്രയാണ് നാഷണൽ സൊസൈറ്റിയിലേക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് സെക്യൂരിറ്റൈസേഷന് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഒന്നാമത്തെ ലാക്ക് ഓഫ് ട്രാൻസ്പാരൻസി എന്നുള്ളതാണ്. ലാക്ക് ഓഫ് ട്രാൻസ്പാരൻസി എന്നാൽ ഇവര് ഫുൾ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യൂല. SPV
കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യില്ല എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത്. പിന്നെ പറയുന്നത് കോംപ്ലക്സ് ടു ഹാൻഡിൽ, മൾട്ടിപ്പിൾ പാർട്ടീസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണെന്നുള്ളത്. ക്വൈറ്റ് എക്സ്പെൻസീവ്, ഈ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ്. ഇൻവെസ്റ്റേഴ്സ് ബിയേഴ്സ് റിസ്ക്, ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് വഹിക്കേണ്ടി വരും എന്നുള്ളതാണ് അടുത്ത ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. ലോസ് ഫ്രം പ്രീ പേയ്മെന്റ് എന്നതാണ് ഇവിടെ പറയുന്നത്. Borrowers pay off the sum earlier than the defined period. The investor will not make superior gains on the investment value എന്നുള്ളതാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അവിടെ ലോസ് ഫ്രം പ്രീ പേയ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ സെക്യൂരിറ്റൈസേഷന്റെ അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്താണ് സെക്യൂരിറ്റൈസേഷൻ, സെക്യൂരിറ്റൈസേഷൻ പറഞ്ഞാൽ എന്താണെന്നും അതിന്റെ ടൈപ്സ് എന്താണെന്നും ഒരു കമ്പനി സെക്യൂരിറ്റൈസേഷൻ എടുക്കാനുള്ള റീസൺ എന്താണെന്നും പിന്നെ ഒറിജിനേറ്റേഴ്സ്, ബയേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, നാഷണൽ സൊസൈറ്റി ഇവർക്ക് കിട്ടുന്ന ബെനഫിറ്റ് എന്താണ്, സെക്യൂരിറ്റൈസേഷൻ മൂലം ഇവർക്ക് കിട്ടുന്ന ബെനഫിറ്റ് എന്താണെന്നും പിന്നെ അതുപോലെ ഡിസ്അഡ്വാൻറ്റേജ്, സെക്യൂരിറ്റൈസേഷനിലുള്ള എല്ലാവർക്കുള്ള ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.